അവൻ നിന്നെ തേച്ചിട്ട് പോ. നീ കൂടുതലൊന്നും പറയണ്ട. ഇവനെന്താ പണി ഒപ്പിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അയ്യോ എന്നാ പറ്റിയ നീ ഒന്ന് ചുമ്മാ ഇരുന്നേ. പറയേ എന്നാ സംഭവം? എനിക്കിപ്പോ പ്രതികാരം ചെയ്യണം. പ്രതികാരം? ആ, അപ്പുറത്തെ പഞ്ചാബിലെ പിള്ളേരുണ്ടല്ലോ, അമ്മ എന്റെ കാലിനുണ്ട് പടക്കം പൊട്ടിച്ച് പ്രതികാരം ചെയ്യണം. ആ തലതെറിച്ചോടാ? അതെ, അവന്മാരെ തീർക്കണം. അയ്യേ നിസ്സാരം. വേണ്ടേ പഞ്ചാബി ഇടി കൊള്ളാം, സൂപ്പർ ആയിരിക്കും. ഞാനോടെ നമ്മൾ ശരിയാക്കണം. നീയൊക്കെ ഗുമിട്ടെന്ന് കേട്ടിട്ടുണ്ടോ? ഗുമിട്ടും ഗുണ്ട് പ്ലസ് അമിട്ട് ഗുമിട്ട്. നിനക്കൊക്കെ അറിയോ എന്റെ മുത്തച്ഛനെ നല്ല വെടിക്കെട്ടുകാരൻ. അതെ, പടക്കങ്ങളിവനെന്തൊരു വീക്ക്നെസ് ആയിരുന്നല്ലോ. അതല്ലടാ, അങ്ങേരെ പഠിപ്പിച്ചു തന്നെ പഴയ ഒരു പ്രയോഗമുണ്ട്. അത് വെച്ച് നമുക്ക് കോളനി എങ്ങനെ ഞെട്ടിച്ചാലോ? അതിന് എവിടെ നിന്ന് എടുത്തിട്ടുണ്ടാക്കാനാ? അതിനുള്ള പൈസ എടുത്തല്ലേ നീ ഇന്നലെ കള്ളു കുടിച്ച് ഒരു ഫുള്ളും മേടിച്ചു. നിനക്കെ കൊണ്ടിക്കാൻ പറ്റില്ലേ? ഞാൻ കുറച്ച് സാധനം കൊണ്ട് എഴുതി തരും, അതൊക്കെ മേടിച്ചോണ്ട് തന്നാ മതി, ഞാൻ സെറ്റ് ചെയ്തോളാം. നിനക്കൊന്നും വേറെ പണിയില്ലേ? മണലും ചാലൊക്കെ നമുക്ക് ഇവിടുന്ന് എടുക്കാം. അല്ല, ഒരു കൊടയോ? എടാ, ഈ സാധനം മേളിൽ പോയി പൊട്ടുമ്പോഴല്ലോ, ഇതിൽ നിന്ന് പ്രാവ് വരും, കുട വരും, നക്ഷത്രം വരും, അങ്ങനെ പല സാധനം വരും. നമ്മുടെ കോടനെ കേട്ടി. അതെ, നിങ്ങൾ ഈ സാധനം മേടിച്ചോണ്ട് പോവാ, ബാക്കി ഞാൻ സെറ്റ് ചെയ്തോളാം. ഏത്തപ്പഴം 2 കിലോയോ? അതെന്തിനാണ്? പിന്നെ ഇത്ര ഉണ്ടാക്കി കഴിയുമ്പോൾ എനിക്ക് വിശക്കത്തില്ല. കുട എന്തിയ കുട കൊടു, സാധനം കൊടു. ഇവനാണ് സാധനം. ഇവനങ്ങ് മേളിപ്പോയി പൊട്ടി താഴോട്ട് വരുമ്പോണ്ടല്ലോ, സീൻ. ഇതാണ് ഇതിന്റെ പ്രത്യേകത. ഇതേ പിടിച്ച് ഒരൊറ്റ വലി മതി, സാധനം മേളിപ്പോയി ഭയങ്കര. നീയൊക്കെ ഇത് സെറ്റ് ചെയ്തു. ഇതെന്തോ കുമ്മിട്ടിന് ഇപ്പോഴാ ശരിക്കും ഗ്രിഗറി അടിച്ച്.